ഈ സുകോത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സുകോത്ര ഐലൻഡ് എന്ന് പറയുന്നത് എൻ്റെ പ്രത്യേകത എന്തുവാന്ന് വെച്ചാൽ, ആ സുകോത്ര ഐലൻഡിൻ്റെ തീരത്ത് ഇതൊരു കപ്പൽ യാത്രക്കാർക്ക് മാത്രം അറിയാവുന്ന 15-ാം നൂറ്റാണ്ടിൽ പോളണ്ടുകാർ വന്ന് സുകോത്ര കീഴടക്കി. അവർ അവിടെ അവരുടെ ഒരു പോർട്ടായിട്ട് അവർ തീരുമാനിച്ചെങ്കിലും അവരുടെ പല കപ്പലുകളും ആ തീരത്ത് നശിച്ചു പോവുകയാണ് ചെയ്തത്. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, അതിൻ്റെ തീരം എന്ന് പറയുന്ന ഒരു അത്ഭുത ദ്വീപെന്നാണ് അതിനെ വിളിക്കുന്നത്. അത് 18-ാം നൂറ്റാണ്ടിൽ വന്ന ബ്രിട്ടീഷുകാരിട്ട പേരാ. അപ്പം പോളണ്ടുകാർക്ക് അവിടെ ഒരു കോളനി സ്ഥാപിക്കാൻ സാധിച്ചില്ല. കാരണം ഇതിൻ്റെ അടിയൊഴുക്കുകൾ നമുക്കറിയാം. റെഡ് സീ അങ്ങോട്ട് പോകുന്നു, ആഫ്രിക്ക ഇങ്ങോട്ട് കിടക്കുന്നു. അവിടെ എന്ന് പറയുന്ന ഒരു വലിയ അടിയൊഴുക്കിൻ്റെ സ്ഥലമാണ്. കൂടാതെ ഇതിൻ്റെ തീരത്ത്, സുകോത്രയുടെ തീരത്ത് വളരെയേറെ പാറകളുണ്ട്, പാറകളും പവിഴപ്പുറ്റുകളും ഉണ്ട്. ഇതിലിടിച്ചിട്ട് അവരുടെ കപ്പലുകളെല്ലാം നശിച്ചു. അതിനുശേഷമാണ് 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ ഏതാണ്ട് ഒരു 6 മാസത്തോളം അവിടെ താമസിച്ചു. അവരും ആ കോളനിയാക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെയും പല കപ്പലുകളും അവിടെ ഇടിച്ച് തകർന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മുടെ കൈരളി നങ്കൂരം ഇട്ട് കിടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാം, ആ കപ്പൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ, പ്രയാസത്തിൽപ്പെട്ട് അവിടെ ഇടിച്ച് തകർന്നിട്ടുണ്ടാവും. ആ ഇടിച്ച് തകരുന്നതിന് ഇത് ഫിക്ഷനാണ്, എൻ്റെ നോവൽ പ്രകാരമാണെങ്കിൽ അവർ വെള്ളം തീർന്നു വരുന്ന ഉടനെ തന്നെ അവർ രണ്ടായിട്ട് തിരിഞ്ഞു. ഒരു ബാച്ച് തീരത്തേക്ക് പോകാൻ തീരുമാനിച്ചു. നമുക്ക് തീരത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു പറയുമ്പോൾ നമുക്കറിയാം, അത് പാറകളും അല്ലെങ്കിൽ അന്ന് കടൽ കഴുകന്മാരുണ്ടായിരുന്നു അവിടെ. അവർ കടൽ കഴുകന്മാർക്കും പാറകൾക്കും ഇരയായിട്ടുണ്ടാവാം കുറച്ച് പേര്. അല്ല എങ്കിൽ ആ തീരത്തു നിന്ന് അതിക്രമിച്ച് കടന്ന അവരെ റഷ്യൻ നേവി തടവിലാക്കിയിട്ടുണ്ടാവും. ആ റഷ്യൻ നേവി തടവിലാക്കി അവരെ പുറത്തു വിടണമെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് പ്രഷറൈസ് ചെയ്യണം. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ്റിന് ആ സമയത്ത് പ്രഷറൈസ് ചെയ്യാനൊക്കാത്ത ഒരു സ്ഥിതിയിലേക്ക്, കാരണം പെട്ടെന്ന് വന്നാൽ അവർ കുറച്ച് പേരെ കണ്ടെത്താം, ബാക്കിയുള്ളവരവിടെ പോയി, കപ്പലവിടെ പോയി എന്ന് വല്ല ചോദ്യം വരും. അവർ ഒരു പക്ഷേ നിശബ്ദത പാലിച്ചതാവാം. അന്ന് ഒരു അന്വേഷണവും നടന്നില്ല. അല്ലെങ്കിൽ ജൂലൈ 3-ാം തീയതി നഷ്ടപ്പെട്ട ഒരു കപ്പലിന് അന്വേഷണം നടക്കുന്നത് ജൂലൈ 15-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും ദിവസം താമസിക്കുന്നത് തന്നെ കപ്പലിന് വളരെ വലിയ അന്വേഷണങ്ങളൊന്നും തന്നെ നടന്നില്ല. ചീഫ് എഞ്ചിനീയറിൻ്റെ മകനുമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അന്ന് പുള്ളി 5 വയസ്സായിരുന്ന സമയത്ത് പുള്ളി ആക്കിയിട്ടാണ് പോകുന്നത്. അന്ന് പുള്ളിയുടെ ഒരു വീട്, അന്ന് ആ സമയത്ത് ചീഫ് എഞ്ചിനീയറിനും ക്യാപ്റ്റനും അല്ലെങ്കിൽ ഷിപ്പ് ജോലിക്കാർക്കും ഒന്നും വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. സാധാരണ ഇവിടുത്തെ ജോലിക്കാർക്ക് കിട്ടുന്ന ശമ്പളം, വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാം അങ്ങ് പോകുന്നു. അപ്പം അന്ന് ചീഫ് എഞ്ചിനീയർ ശരിക്കും പോകുന്ന സമയത്ത് തൻ്റെ കുട്ടിയെ ഇവിടെ ആക്കി ഒരു ലോൺ എടുത്ത വീടുമൊക്കെ കുറച്ച് പാതിയൊക്കെ ആക്കിയിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പം നമുക്ക് ആലോചിക്കാം, ഒരു കുഞ്ഞ് 5 വയസ്സായ കുഞ്ഞും ലോണുള്ള വീടും ഒക്കെ ആകുമ്പോൾ പുള്ളി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ കുഞ്ഞ് ഇപ്പോൾ ഒരു 48 വയസ്സുണ്ട്, IT ഫീൽഡിൽ ജോലി ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് പുള്ളിയും ഞാനും റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ ആദ്യത്തെ നോവലാണ് എറീക്ക എഴുതിയത്. അപ്പം എനിക്ക് ആ നോവൽ വായിച്ച് നോക്കുമ്പം അറിയാം എനിക്ക് കടലിൽ എന്തുമാത്രം പരിചയമുണ്ടെന്ന്. അപ്പം എന്നെക്കൊണ്ട് കൈരളി എന്ന നോവലിനെ അല്ലെങ്കിൽ കൈരളി എന്ന കപ്പലിനെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ അസംഷൻസ്, എനിക്ക് തോന്നുന്നു ഒരു 80% ഇത് തന്നെയാണ് കൈരളിക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തു. പിന്നെ പുതിയ സോഷ്യൽ മീഡിയാസിൽ പലരെയും കോണ്ടാക്റ്റ് ചെയ്തു. അന്ന് ഈ കൈരളിയുടെ നഷ്ടപ്പെട്ട 51 കുടുംബങ്ങളും ചേർന്നിട്ട് ഒരു സ്കൂളിൽ വെച്ചൊരു ഫോം രൂപീകരിച്ചിരുന്നു. എന്നിട്ട് ആ രൂപീകരിച്ചതിലുള്ള പ്രധാനപ്പെട്ട ആളിനെ ഞാൻ സംസാരിച്ചിട്ട് പുള്ളി വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുള്ളി ഇതുപോലെ നമ്മുടെ അന്നത്തെ ജ്യോതി വെങ്കടാചലത്തെ കണ്ടതും ജ്യോതി വെങ്കടാചലം പറഞ്ഞതും, അന്ന് അന്വേഷണങ്ങളൊക്കെ പോകേണ്ടതായിരുന്നു. ജ്യോതി വെങ്കടാചലം അവർക്ക് ഓഫർ ചെയ്തു, എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യും. പക്ഷേ അവിടെയും പല കാരണങ്ങൾ കൊണ്ട് അതെല്ലാം സപ്രസ് ചെയ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ ചീഫ് എഞ്ചിനീയറിൻ്റെ മകനെ ഞാൻ പരിചയപ്പെട്ടത് ഈ നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഈ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെയും കൈരളിയെക്കുറിച്ച് കിട്ടിയിട്ടില്ല. 2015 2020 2 പ്രാവശ്യം കേസുകൾ വന്നു. ഈ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഫാമിലികൾ കൊടുത്ത കേസുകൾ എടുത്തു. അന്നും കോടതിക്കൊന്നും തന്നെയും പറയാൻ സാധിച്ചില്ല.
ഇങ്ങനെ തെളിവുകളില്ല എന്നുള്ള രീതിയിൽ മടക്കി പോവുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യത്തെ എറീക്ക എന്ന കപ്പൽ സെയിൽ ചെയ്തു. ആ കപ്പൽ ഇംഗ്ലീഷ് ചാനലിൽ മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആ കപ്പൽ ഒരു പക്ഷേ നേവി അല്ലെങ്കിൽ ഫ്രഞ്ച് നേവി വരാൻ അരമണിക്കൂറൂടെ താമസിച്ചിരുന്നെങ്കിൽ ഞങ്ങളാരും ജീവനോടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു വിഷമസംഗതി എന്നെനിക്ക് തോന്നാവുന്നത്. കപ്പലിൽ ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കപ്പൽ യാത്രക്കാരനെ സംബന്ധിച്ച് ലോകം മുഴുവനും കാണാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ബോംബെയിൽ ഞാൻ ജോലി ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ബോംബെയിൽ താമസിച്ച് അവിടെ കപ്പലിൻ്റെ ഇതിൽ ജൂനിയർ എഞ്ചിനീയറിനായിട്ട് അല്ലെങ്കിൽ ജോലി തേടി പോകുന്ന സമയത്ത് അവിടെ ഒരു സൂസൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയെ വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ വെച്ച് കാണാനിടയായി. അതാണ് എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമുള്ള ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതാണ് എൻ്റെ എറീക്ക എന്ന പുസ്തകത്തിൻ്റെ കഥാപ്രമേയം. അപ്പോൾ എല്ലാ കപ്പലപകടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മറൈനേഴ്സിന് ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് വളരെയേറെ ഡീറ്റെയിൽസ് വരാറുണ്ട്. അതും പത്രങ്ങളിൽ ഇല്ലാത്ത ഡീറ്റെയിൽസ് തന്നെയും വരാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന അമേരിക്കയിൽ നടന്ന കപ്പൽ അപകടം വരെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് അമേരിക്കയിൽ ഒരു കപ്പൽ ബ്രിഡ്ജ് ഇടിച്ച് തകർത്തിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കപ്പലിൻ്റെ റഡർ ആണ് ആ കപ്പലിനെ നിയന്ത്രിക്കുന്നത്. അപ്പം റഡറിന് ഒരു ബാക്കപ്പ് അല്ല, രണ്ടാമതൊരു ബാക്കപ്പ് അല്ല, മൂന്നാമതൊരു ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യമേ ആ കപ്പലിൻ്റെ പവർ പോവുകയാണെങ്കിൽ രണ്ടാമതൊരു ബാക്കപ്പ് ഉണ്ട്, രണ്ടാമതും അല്ല മൂന്നാമതും. അപ്പോൾ ആ കപ്പൽ എങ്ങനെ ബ്രിഡ്ജിൽ ഇടിച്ചു തകർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയേറെ ആകാംക്ഷ ജനിപ്പിച്ച ഒരു സംഗതിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സംഗതി വരുന്നതേയില്ല. അത്രയേറെ കോംപ്ലിക്കേറ്റഡ്, അത്രയേറെ ഓട്ടോമേഷനുമുള്ള കപ്പലുകളാണ് ഇന്ന് വരുന്നത്.